മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണു. കഴിഞ്ഞ ഡിസംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രതിമയാണ് തകർന്നത്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. പണിക്കര സൗണ്ട് പോലെ തോന്നി എനിക്ക്. നമ്മുടെ ശിവജി സ്റ്റാച്ചു വീണേന്റെ കേസാണ്. അതിനിപ്പോ അത് അങ്ങേര് എങ്ങനെ ന്യായീകരിക്കണത്? അതല്ല, അദ്ദേഹം ഇന്നലെ പൃഥ്വിരാജ് സുകുമാരൻ ഇന്നലെ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നു. വാർത്താ സമ്മേളനം മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിലേക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പറയാം എന്നുള്ളത് റെഡിയായി. പൃഥ്വിരാജ് സുകുമാരൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഈ ഊക്കി വിട്ടു എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറഞ്ഞാൽ ശരിയാവോ എന്നറിയില്ല. സംഭവം എന്താ വെച്ചാൽ മാപ്രകളോട് ചോദ്യമാണ്. മാപ്രകളെ എയറിലാക്കി വളരെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന രീതി ഉണ്ടോ കേരളീയ പൊതുസമൂഹത്തിന് എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം പ്രകോപനപരമാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഉത്തരം പറയാനായിട്ട് സാധിക്കാത്തൊരു ചോദ്യമാണ്. കാരണം ഈ പൃഥ്വിരാജ് സുകുമാരൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ, AKG സെന്റർ ആക്രമണത്തിൽ IP ബിനു ആണ് പ്രതി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അറിഞ്ഞിട്ടുണ്ടാവും ശരിക്കും. അല്ലെങ്കിൽ മിടിക്കാത്ത ഹൃദയ വാർത്തേനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? 100 കോടി രൂപ കൊടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു ഒരു മെയില് ചെക്ക് ചെയ്യാനറിയാം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലേ? എന്ന് വെച്ചാ സാറ് ബിജു പറഞ്ഞ പോലെ ഇവര് മുഖമില്ലാത്ത ആൾക്കാരാണല്ലോ, ഇവരുടെ മുഖം കാണിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ല, അതൊരു ഭയങ്കര പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല ഏത് മാധ്യമ പ്രവർത്തകനാണ് ചോദ്യം ചോദിച്ചെന്ന് അറിയില്ല. എനിക്ക് ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തനം ഞാൻ ഇന്നലെ ദീപുവിനോട് ചോദിച്ചു. അത് ആരായിരിക്കാൻ ചോദിച്ചിട്ടുണ്ടോ? ദീപു പറഞ്ഞു എനിക്ക് ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവില്ല. ഇന്നലെ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്ത ഒരു ഏറ്റവും നല്ല കാര്യം മാധ്യമ പ്രവർത്തകർക്ക് മൈക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവരുടെ വോയിസ്, അവരെന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റി. ശരിക്ക് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് നമ്മളിപ്പോ പറയില്ലേ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നല്ല മന്ത്രിമാരുടെ ഒക്കെ ഇത് വരുന്നുണ്ടല്ലോ, ഏത് വാർത്താ സമ്മേളനം, ഒരു വോയിസ് ചെറുതായിട്ട് നമുക്ക് ക്ലിയർ ആവില്ല. അതായത് ക്വസ്റ്റ്യൻ എന്താന്ന് ക്ലിയർ ആവില്ല, ഇവരുടെ മുഖം കാണിക്കൂല, ആരാ ചോദിക്കണമെന്ന് കാണിക്കില്ല. പക്ഷെ ഉത്തരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ചോദ്യമായിരുന്നത് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പത്ര. അതെ, ഇപ്പൊ നമ്മൾ TV പ്രസാദിന്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അരുൺകുമാറിന്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മള് തൃശ്ശൂരത്തെ അഞ്ജുരാജിന്റെയോ അല്ലെങ്കിൽ ജയ്സന്റെയോ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് വിചാരിച്ച് നമ്മുടെ സൂരജ് സജിയുടെ സംസാരം മനസ്സിലാവും. ഇതൊക്കെയാണെങ്കിലും എല്ലാവരും നമുക്ക് മനസ്സിലാവില്ല. അപ്പോ നമുക്ക് അത്രയും മനസ്സിലാവും. അതല്ല, ശബ്ദം കേട്ട് മനസ്സിലാക്കലല്ല എന്റെ മുന്നിൽ. ചോദ്യം ചോദിക്കുന്ന ആരാ, അവർക്കാണല്ലോ ഒരു ക്രെഡിറ്റ് വേണ്ടേ. ചോദ്യം ഇന്ന നല്ലൊരു ആർജവുള്ള ചോദ്യം, നല്ല കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും സാർ ഈ അമ്മളമഴ പെയ്തതൊക്കെ ഇങ്ങനെ പൃഥ്വിരാജ് അറിഞ്ഞിട്ടുണ്ടാവും? അവള് സിനിമയുടെ തിരക്കിലല്ലായിരുന്നു. അതാണ് കുറച്ചൊക്കെ പുതുബോധമുള്ള ആൾക്കാരെ, അതുകൊണ്ടാണല്ലോ ടൊവിനോ സംസാരത്തിൽ നിന്ന് അറിയാം, ഇവര് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം. ശ്രീജിത്ത് പണിക്കര് വന്ന് സംസാരിക്കുമ്പോഴേ അദ്ദേഹം അത് ഏറ്റവും കൂടുതൽ ന്യായീകരിക്കേണ്ടത് ഇന്നിപ്പോ ശിവജി പ്രതിമ വീണതിനെ കുറിച്ചാണ്. കാരണം ശിവജി പ്രതിമ വീണതല്ല, പറന്നുപോയതാണ്. അല്ലെങ്കിൽ വേറെ അതിനൊരു ദൈവികത കൊടുക്കാൻ പോകും, ചെരിഞ്ഞാലും അതിന് ദൈവികത കൊടുക്കാമല്ലോ, എന്തിനും അങ്ങനെയാണല്ലോ. അപ്പൊ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും ശ്രീജിത്ത് പണിക്കര് കേരളത്തിലെ മാപ്രകളുടെ ഒരു അത് ഈ 35 അതിൽ പറയുന്നത് 45 കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വീശിയത് കൊണ്ടാണെന്ന് പറയും. അപ്പൊ ഒരുപാട് പ്രതിമകൾ അപ്പുറം ഉണ്ടല്ലേ. അപ്പൊ ഈ പ്രതിമയ്ക്ക് ഉണ്ടാക്കിയാൽ എന്തൊക്കെയോ തകരാറുണ്ട്. മറ്റേത് കമ്പി കുത്തിക്കോലും വെച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് മറ്റേ പ്രതിമ സാറ് ഒരു ആലോചിച്ച് നോക്കുക. അഭിമാന സ്തംഭമാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രതിമ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായ അതിന് വേണ്ട ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. നമ്മളറിയാം, ബീഹാറിൽ പാലങ്ങൾ വീണു, മറ്റേ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ചോർച്ച, വെള്ളക്കെട്ട്. ഇത് കേരളത്തിലാണെങ്കിൽ മാത്രം വാർത്ത, ബാക്കിയുള്ള എവിടെയെങ്കിലും വാർത്തയില്ല എന്നുള്ള രീതിയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, നമുക്കറിയാം, ശ്രീജിത്ത് പണിക്കര് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഭരണഘടനയിൽ അമർ ചിത്ര കഥയിലത്തെ പോലെ പുസ്തകത്തിലാണ്. പ്രത്യേകിച്ചും എന്തായാലും അദ്ദേഹത്തിനോട് നന്ദി പറയണം. അത് ഒരു പരിധി വരെ അറിയാൻ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. എന്ത് പണ്ടത്തേലും പറഞ്ഞാലും ഫാക്ട് ചെക്കില്ലാണ്ട് വിശ്വസിക്കുന്നവര് ആൾക്കാരെന്ന് അറിയാം. അതുകൊണ്ടുള്ള ആള് അതിൽ ജീവിക്കണം. അപ്പോ കൂടുതലൊന്നും പറയാനില്ല. ഇന്നലെ മുട്ടിടിച്ച് വീണ എല്ലാ മാധ്യമപ്രവർത്തകർക്കും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ബിജു പവിത്ര, മദൻ ഗോപാൽ.